ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സമാധാനത്തോടൊന്ന് ഉറങ്ങാൻ പറ്റുമോ? ചിലപ്പോൾ പറ്റില്ലായിരിക്കും അല്ലേ? പക്ഷേ 4-ാം സങ്കീർത്തനം പറയുന്നത് കഴിയും എന്നാണ്. അപ്പോൾ ആഴത്തിലുള്ള ഈ സന്ദേശം എന്താണെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം. ഇതാണ് ഈ സങ്കീർത്തനം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഉറപ്പ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്. ചുറ്റും ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ടും ദാവീദ് രാജാവിന് എങ്ങനെയാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ, ഇത്ര സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നത്? നമുക്കതിൻ്റെ ഉത്തരം കണ്ടെത്താം. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിൽ 5 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ദാവീദിന്റെ പ്രതിസന്ധിയിൽ തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, അതിലെ ജ്ഞാനം, പിന്നെ എങ്ങനെയാണ് യഥാർത്ഥ സമാധാനം കണ്ടെത്തുന്നത്, അവസാനം നമുക്കിന്നത്തേക്കുള്ള പാഠങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. പ്രതിസന്ധിയിലായ ഒരു രാജാവ്. ഈ വാക്കുകൾ എഴുതുമ്പോൾ ദാവീദിന്റെ ജീവിത സാഹചര്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം ആ പശ്ചാത്തലം അറിഞ്ഞാലേ ഈ വാക്കുകൾക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവൂ. അതായത് ഇതങ്ങനെ വെറുതെ ഭാവനയിൽ എഴുതിയൊരു കവിതയല്ല. സ്വന്തം മകൻ തന്നെ ചതിച്ചപ്പോ ജീവനു വേണ്ടി ഓടിപ്പോകേണ്ടി വന്ന ഒരച്ഛന്റെ, ഒരു രാജാവിന്റെ വേദനയിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത്. നമുക്കെല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള വേദനയാണത്. അപ്പോൾ ഇങ്ങനെയൊരവസ്ഥയിൽ ദാവീദ് എന്തു ചെയ്തു? തകർന്നുപോയോ? ഇല്ല. അദ്ദേഹം നേരെ പോയത് തന്റെ ഏറ്റവും വലിയ ശക്തിയിലേക്കാണ്, പ്രാർത്ഥനയിലേക്ക്. ആ വിശ്വാസത്തിന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ദാവീദ് ഇവിടെ ദൈവത്തോട് പരാതിപ്പെടുകയല്ല ചെയ്യുന്നത്. പകരം പണ്ട് ദൈവം തന്നെ സഹായിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. എന്റെ കഷ്ടതയിൽ എനിക്ക് വിശാലത തന്നവനല്ലേ നീ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം അന്നും എന്നെ കൈവിട്ടില്ലല്ലോ, പിന്നെങ്ങനെ ഇന്നും കൈവിടും എന്ന ഒരു ഉറച്ച വിശ്വാസമാണ്. ഈ കഷ്ടതയിൽ വിശാലത എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര മനോഹരമായൊരു ആശയമാണ്. അതായത് നമ്മളൊരു ഇടുങ്ങിയ വഴിയിൽ പെട്ടുപോയ പോലെ തോന്നുമ്പോൾ ദൈവം വന്ന് നമ്മളെ അവിടെ നിന്ന് രക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ ഇടുങ്ങിയ വഴിയെ ഒരു വലിയ മൈതാനം പോലെ വിശാലമാക്കും. ആ പ്രശ്നങ്ങളെ തന്നെ വലിയ അനുഗ്രഹങ്ങൾക്കും ആശ്വാസത്തിനുമുള്ള അവസരങ്ങളാക്കി മാറ്റും എന്നൊരു വിശ്വാസമാണിത്. അപ്പം ആദ്യം ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിച്ചു. ഇനി ദാവീദ് തിരിയുന്നത് തന്നെ ദ്രോഹിക്കുന്ന ആളുകളുടെ നേരെയാണ്. അവരോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ എങ്ങനെ ജ്ഞാനത്തോടെ പെരുമാറാം എന്നതിനെക്കുറിച്ചുള്ള ചില ഉപദേശങ്ങൾ. ഇവിടെ ദാവീദ് അവരോട് നേരിട്ട് ചോദിക്കുകയാണ്, എത്ര നാളാണ് നിങ്ങൾ എന്റെ മഹത്വത്തെ ഇങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് ഈ നുണകളുടെയും വ്യാജ കാര്യങ്ങളുടെയും പിന്നാലെങ്ങനെ പോകുന്നത് എന്ന്. ഇവിടെയാണ് പ്രധാന വ്യത്യാസം വരുന്നത്. കണ്ടില്ലേ? മനുഷ്യരുടെ അഭിപ്രായം അതെപ്പോ വേണമെങ്കിലും മാറാം. പലപ്പോഴും അത് തെറ്റായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ അംഗീകാരം അങ്ങനെയല്ല. അതെപ്പോഴും സത്യസന്ധവും സ്ഥിരവുമാണ്. ലോകം വ്യർത്ഥമായ കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ദൈവം തന്റെ ഭക്തരുടെ പ്രാർത്ഥന കേൾക്കുന്നു. അപ്പോൾ ദേഷ്യം വരുമ്പോൾ എന്തു ചെയ്യണം? അതിന് ദാവീദ് 4 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ഒന്നാമത്, ദേഷ്യം വന്നോട്ടെ, അത് സമ്മതിക്കുക. പക്ഷേ ആ ദേഷ്യം കൊണ്ട് പാപം ചെയ്യരുത്. രണ്ടാമത്, രാത്രി കിടക്കയിലൊന്ന് ശാന്തമായി ആലോചിക്കുക. മൂന്നാമത്, ശരിയായ കാര്യങ്ങൾ ചെയ്യുക. അതായത് നീതിയുടെ യാഗങ്ങൾ അർപ്പിക്കുക. നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, ദൈവത്തിൽ ആശ്രയിക്കുക. ഇതെല്ലാം നമ്മൾ ഈ സങ്കീർത്തനത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. ശരിക്കും എന്താണ് സന്തോഷം? എവിടെ നിന്നാണ് നമുക്ക് യഥാർത്ഥ സമാധാനം കിട്ടുന്നത്? ഈ ഒരു വാക്യം ഇത് ശരിക്കും ഒരു വലിയ തിരിച്ചറിവാണ്. ദാവീദ് പറയുകയാണ്, കൊയ്ത്തുകാലത്ത് ധാന്യവും വീഞ്ഞുമൊക്കെ നിറയെ കിട്ടുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷമില്ലേ, അതിനേക്കാൾ വലിയ സന്തോഷമാണ് അങ്ങെന്റെ ഹൃദയത്തിൽ തരുന്നത് എന്ന്. അതായത് ലോകത്തിലെ ഒരു സമ്പത്തിനും തരാൻ പറ്റാത്ത ഒരു സന്തോഷം. അപ്പോൾ എന്താ വ്യത്യാസം? ലോകം തരുന്ന സന്തോഷം പുറമേയുള്ള കാര്യങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത്, അല്ലേ? നല്ല വിളവുണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ വിഷമം. അത് താൽക്കാലികമാണ്. പക്ഷെ ദൈവം തരുന്ന സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. പുറത്ത് എന്ത് നടന്നാലും അതിങ്ങനെ മാറാതെ നിൽക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദാവീദ് എഴുതിയ ഈ കാര്യങ്ങളിൽ നിന്ന് ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനുള്ളത്? ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട്. ഒന്നാമതായി, യഥാർത്ഥ വിശ്വാസം കാണിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ്, അല്ലാതെ പരാതി പറഞ്ഞിട്ടല്ല. പിന്നെ മനുഷ്യരുടെ അഭിപ്രായങ്ങളല്ല, ദൈവത്തിന്റെ അംഗീകാരമാണ് നമുക്ക് വേണ്ടത്. ദേഷ്യം നിയന്ത്രിക്കുന്നത് ഭക്തിയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. യഥാർത്ഥ സന്തോഷം വരുന്നത് ദൈവത്തിൽ നിന്നാണ്, അല്ലാതെ പണത്തിൽ നിന്നോ സമ്പത്തിൽ നിന്നോ അല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു മനസ്സിന് ഏതു കൊടുങ്കാറ്റിലും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ അവസാന സന്ദേശം ഇതാണ്:
ചുറ്റുമുള്ള ലോകം എത്ര തന്നെ പ്രക്ഷുബ്ധമായാലും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ഹൃദയത്തിന് സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ യഥാർത്ഥ സംരക്ഷകൻ നമ്മുടെ കാവൽ ദൈവം തന്നെയാണ്.